ഡോക്ടറെ എനിക്ക് PCOS എനിക്ക് മരുന്ന് വേണം. PCOS എന്നുള്ള നിഗമനത്തിൽ എങ്ങനെ എത്തിയത്? ഡോക്ടറെ കഴിഞ്ഞ മാസം 5 ദിവസം ഡിലേ ആയിട്ടാ പീരീഡ്സ് വന്നേ. അപ്പൊ ഞാൻ ഗൂഗിളിനോട് ChatGPT-നോട് എല്ലായിടത്തും ചോദിച്ചു. അവരെല്ലാം പറഞ്ഞു എനിക്ക് PCOS ആണ്. OP-യിൽ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെയും ശൈലി ഇതന്നെയായിരിക്കും. കയ്യിലൊരു കെട്ട് ഫയലുണ്ടാവും, കൂടെ ഒരു ഡയഗ്നോസിസ് ഉണ്ടാവും. ഡോക്ടർ മരുന്ന് മാത്രം കൊടുത്താൽ മതി. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. സ്ത്രീകളിൽ ആർത്തവം 1 മാസം ക്രമം തെറ്റി വരികയോ ഇല്ലെങ്കിൽ വൈകി വന്നു കഴിഞ്ഞാൽ തന്നെ അത് PCOS-ന്റെ ഒരു ലക്ഷണമല്ല. സ്ത്രീകളിൽ ആർത്തവം 22 തൊട്ട് 35 ദിവസം വരെ ഇടയിൽ വന്നാൽ തന്നെ ഏകദേശം നോർമലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ PCOS-ന്റെ ഡയഗ്നോസിസിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ 3 ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. ഒന്ന്, ആർത്തവം നിരന്തരമായിട്ട് വൈകി വരിക ഇല്ലെങ്കിൽ ക്രമം തെറ്റി വരിക. രണ്ടാമത്തത് ആൻഡ്രോജനിക് എക്സസ് എന്ന് പറയും. അതായത് സ്ത്രീകളിൽ പുരുഷന്മാരുടെ ഹോർമോണിൻ്റെ എക്സസ് വരും. അപ്പോൾ ഫേസിലും കയ്യിലും വയറിലെല്ലാം അമിതമായിട്ടുള്ള രോമ വളർച്ച വരും. ഇതിനാണ് ആൻഡ്രോജനിക് എക്സസ് എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും അണ്ഡാശയത്തിൽ ഒരു പോളിസിസ്റ്റിക് അപ്പിയറൻസ്. ഈ 3 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 2 ലക്ഷണങ്ങൾ കൃത്യമായിട്ട് കണ്ടാൽ മാത്രമേ PCOS എന്നുള്ളൊരു ഡയഗ്നോസിസിൽ നമുക്ക് എത്താനും അതിൻ്റെ വേറെ ഇവാലുവേഷനിലൂടെ കൺഫേം ചെയ്ത് ബാക്കി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ വെറും 1 മാസം പീരീഡ്സ് വൈകിയെ ക്രമം തെറ്റി വന്നാൽ PCOS എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്താണ്ടിരിക്കുക. കൃത്യമായിട്ട് ഡോക്ടറിനോട് ഡിസ്കസ് ചെയ്തിട്ട് വേണം ബാക്കി ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യാൻ.